വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെഷനിൽ ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾ നോക്കിക്കോളൂ. ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ ഇവിടെ തന്നിരിക്കുന്നത് 96 ABC ഇൻറ്റു സംതിങ് ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു സംതിങ് എന്നാണ് തന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒറ്റയടിക്ക് ഏകദേശം മനസ്സിലാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേമിലും അതേപോലെ ഈ ഒരു ടേമിലും കോമൺ ആയിട്ടുള്ളതുണ്ട്, ഇവിടെയും കോമൺ ആയിട്ടുള്ളതുണ്ട്. അതേപോലെ ഈ 144ലും 96ലും എന്തുണ്ട്, കോമൺ ടേം ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, ഇത് നമ്മൾ സാധാ എഴുതുന്ന ആ ഒരു ഫോമിലേക്ക് എഴുതാം. അപ്പോ 96 ABC ഇൻറ്റു 3A minus 12 into 5B minus 30 divided by 144. Okay, so this is the question. A minus 4 ആണ്. This is A minus 4. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഓരോ ടേമും ഫാക്ടറൈസ് ചെയ്യാം. 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ടാവുക, 96 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെ എഴുതുക, ഇവിടെ എഴുതാം അല്ലെ 96. സോ 96 എന്ന് പറയുമ്പോൾ ഇവിടെ 48 വരും, ഇവിടെ 24 വരും, 12 വരും, ഇപ്പൊ 96 by 2 48, 48 by 2 24, 24 by 2 12, 12 by 2 6, 6 by 2 3 ഇതാണ് വരിക. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇവിടെ ഈ ഒരു 96 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 1 2 3 4 5 5 2 വരും അല്ലെ. 2 into 2 into 2 into 2 into 2 into 3 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ 144 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 144 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി 12 സ്ക്വയർ ആണ് വരിക അല്ലെ. 12 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 into 2 into 3 ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി അവിടെ വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. 144 എന്ന് പറയുമ്പോൾ നമുക്ക് വരിക 12 into 12 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 3 into 2 into 2 സ്ക്വയർ ആണ് വരിക, 3 4 12. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടേം വെച്ചിട്ട് ഇവിടെ നമുക്ക് എഴുതാം, അവിടെ കിട്ടിയിട്ടുള്ള ടേം വെച്ചിട്ട്. സോ 2 into 2 into 2 into 4 ടേം വരും. 3 ആണെങ്കിൽ 2 ടേം വരും, 3 ആണെങ്കിൽ 2 ടേം വരും, കാരണം അത് സ്ക്വയർ ചെയ്യാണ്. 2 into 2 into 2 into 2. അപ്പോ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി, 2 2 4 4 2 8 8 2 16 16 3 48 48 3 എന്ന് പറഞ്ഞാൽ 144 പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെയൊക്കെയുള്ള കോമൺ ടേം വരുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. സോ നിങ്ങൾ നോക്കി, 3 into A മൈനസ് എന്താ പറയാ 3 into 2 into 2, പിന്നെ അതേപോലെ 5 into B മൈനസ് 5 into 6 ആണ് 36. നമുക്ക് എന്ത് ചെയ്യാം, 2 into 3 എന്ന് എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ A മൈനസ് 4ഉം അതേപോലെ B മൈനസ് 6ഉം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് സിംപ്ലസ്റ്റ് ഫോമിലാണുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കോമൺ ടേം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ 1 2 3 4 അല്ലെ, 1 2 3 4 കട്ടായി. ഇനി ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഉള്ള ഒരു 3 കട്ടായി. സോ നമുക്ക് വരിക ഫൈനലി വരിക 2/3 എന്നാണ് വരിക. 2/3 ഓക്കെ, 2/3. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇവിടെ A minus 4 ഉണ്ട്, ഇവിടെ A minus 4 നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടേമൊന്നും കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ 3യും 3യും കോമൺ ആണ് അല്ലെ. സോ നമുക്കിവിടെ ഇൻറ്റു 3 എടുക്കാം, ബാക്കി A minus 4 ചെയ്യാൻ പറ്റും. A minus 4 2 into 2 4 ആണ്. അതേപോലെ തന്നെ ഇവിടെ 5 എന്താണ്, ഇവിടെ 5 എന്താണ്, കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു 5 ഇൻറ്റു എന്താ പറയാ, ഇവിടെ B minus 6 വരും, B minus 6 എന്ന് വരും, B minus 6.
ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു a മൈനസ് 4 b മൈനസ് 6 ഇതാണ് വരിക. അപ്പൊ നമുക്ക് ഈ b മൈനസ് 6ഉം ഈ b മൈനസ് 6ഉം ഈ a മൈനസ് 4ഉം ഈ a മൈനസ് 4ഉം ഒക്കെ ക്യാൻസലായി. മാത്രമല്ല ഈ 3യും ക്യാൻസലായി. സോ ഫൈനൽ ആൻസർ വരെ എന്താ? 2 ഇൻറ്റു 5 10 എന്നാണ് വരിക. 2 ഇൻറ്റു 5 10 എന്നാണ് വരിക. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഈ കിട്ടിയ ആൻസർ കറക്റ്റ് അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യണം എന്ന് വിചാരിക്കുക. a മൈനസ് 4 b മൈനസ് 6 ഇതിൽ കട്ടാവണമെങ്കിൽ ഇവിടെ 3യും ഇവിടെ 5ഉം കോമൺ ആണ്. 3 ഇൻറ്റു 5 15 ആണ് വരിക. സോ 96 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 144 എന്നാണ് വരിക. 96 ഇൻറ്റു 15 ബൈ 144 എന്നാണ് വരിക. ഇപ്പൊ 96 ഇൻറ്റു 15 ബൈ 144 എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ് വരിക? 10 എന്നാണ് വരിക. അപ്പൊ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം നമുക്ക് പറയാൻ പറ്റും 5 ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഈ കോമൺ ടേം കട്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ ഈസ് 5 ഇൻറ്റു 3x പ്ലസ് 5. ഇതോടെ എന്തായി? പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ടാമത്തെ ഇതിലും നമുക്ക് എന്താ പറയാ, കോമൺ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റിയ ടേം ആണുള്ളത്. വളരെ പെട്ടെന്ന് കിട്ടും. നിങ്ങൾ നോക്കിയേ, 26xy ഇൻറ്റു x പ്ലസ് 5 ഇൻറ്റു y മൈനസ് 4 ഡിവൈഡഡ് ബൈ 13x ഇൻറ്റു y മൈനസ് 4. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് y മൈനസ് 4 ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 13 ആണ്. ഇൻറ്റു എന്താ പറയാ, ഇവിടെ തന്നെ നമുക്ക് എക്സ് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? എക്സ് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 ഇൻറ്റു 13 ഇൻറ്റു y ഇൻറ്റു എക്സ് പ്ലസ് 5 അല്ലെ? ഇവിടെ എക്സ് ഉണ്ട്, അത് അതേപോലെ ഇവിടെ എഴുതി. 2 ഇൻറ്റു 13 ഇൻറ്റു y ഇൻറ്റു എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 13 ആണ് ബാക്കിയുള്ളത്. കാരണം y മൈനസ് 4 നേരത്തെ ക്യാൻസൽ ആയതാണ്. സോ ഈ 13ഉം കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ഈസ് 2 ഇൻറ്റു y ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ്. സോ നമുക്ക് കാണാൻ പറ്റും 2 ഇൻറ്റു y ഇൻറ്റു എക്സ് പ്ലസ് 5 തന്നെയാണ് ബാക്കി വരെ. കാരണം 13 കട്ടാവും, എക്സ് കട്ടാവും, y മൈനസ് 4 കട്ടാവും. സോ പെർഫെക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലും കുറെ ടേംസ് പെട്ടെന്ന് ക്യാൻസൽ ആവുന്നതാണ്. സോ നമുക്കിത് എഴുതാം. 52 PQR ഇൻറ്റു P പ്ലസ് Q, Q പ്ലസ് R, R പ്ലസ് P ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു എന്താണ്? 10 അല്ല, 104 അല്ലെ? 104 PQ ഇൻറ്റു Q പ്ലസ് R ഇൻറ്റു ആർ പ്ലസ് പി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആർ പ്ലസ് പിയും ക്യൂ പ്ലസ് ആറും ക്യാൻസലായി. ഇനി നമുക്കുള്ളത് പി ക്യൂ ആണ്. പി ക്യൂ ക്യാൻസലായി അല്ലെ? ഇനി നമുക്കുള്ളത് ന്യൂമറേറ്ററിൽ ഒരു ആർ ഇൻറ്റു പി പ്ലസ് ക്യൂ ഉണ്ട്, അത് അതേപോലെ എഴുതുക. പിന്നെ അതേപോലെ 52 എഴുതണം. 52 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 26 ആണ്. സോ 2 ഇൻറ്റു 26 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 13ഉമാണ് അല്ലെ? സോ ഇത് അതേപോലെ എഴുതുക. എന്നിട്ടോ ഇവിടെ ബാക്കിയുള്ളത് ഇൻറ്റു ആർ ഇൻറ്റു പി പ്ലസ് ക്യൂ മാത്രമാണുള്ളത്. അതേപോലെ ഡിനോമിനേറ്ററിൽ 104 എന്ന് പറഞ്ഞാൽ 52ന്റെ ഡബിൾ ആണ്. സോ ഒരു 2 കൂടി എക്സ്ട്രാ വരും. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 അല്ല 13 അല്ല 13 ഇൻറ്റു 8 10 80 3 24 104 കറക്റ്റ് ആണ്. സോ ബാക്കി ഇവിടെ വരിക എന്താണ്? ബാക്കി ഏതെങ്കിലും ടേം ഇവിടെ ഉണ്ടോ? 104 അല്ലാതെ വേറെ ഏതെങ്കിലും ടേം ബാക്കിയുണ്ടോ? ഒരു ടേമും ബാക്കിയില്ല. സോ ഇത്രയും മതി. സോ ഇത്രയും മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ടേം കട്ട് ചെയ്യാം. 2 2 2 2 13 13 ബാക്കി എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ 2 എന്നാണ്. പി പ്ലസ് ക്യൂ ഇൻറ്റു ആറ്
ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. സോ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും p+q ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ എങ്ങനെ 2 വരിക? 52 104 എന്ന് പറഞ്ഞാൽ 52ന്റെ ഡബിൾ ആണ് എന്ത് 104. സോ കറക്റ്റ് ആണ്. ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും, കാരണം സിമ്പിൾ ടേംസ് ആണ്. 20 into y plus 4 into y square plus 5y plus 3 divided by 5 into y plus 4. ആദ്യം തന്നെ y plus 4ഉം y plus 4ഉം കട്ടായി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 20യെ എങ്ങനെ എഴുതാം? 2 into 2 4 into 5. പിന്നെ ബാക്കി വരിക y square plus 5y plus 3 എന്നാണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? 5 വരും. ഈ 5ഉം കട്ടായി അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു 4 into y square plus 5y plus 3 ആണ്. ആകെ 2 സ്റ്റെപ്പിൽ കഴിഞ്ഞു. ഓക്കെ, സോ 4 into അപ്പോൾ ഇത്രയാണ് ബാക്കി വരിക. സോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. y square plus 5y plus 3 വരെ ഒരു ഡൗട്ടും ഇല്ല, കാരണം y plus 4ഉം ഒറ്റ നോട്ടത്തിൽ തന്നെ കട്ടാവാനുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും വളരെ ഈസിയാണ്. ആൻസർ ഒറ്റ സ്റ്റെപ്പ് പറയാം. എന്താ? x+2 into x+3 ആണ് വരിക. സോ നിങ്ങൾ നോക്കിയേ, ഇതിനെ x into x+1 into x+2 x+3 ഡിവൈഡഡ് ബൈ x into x+1 എന്ന് പറയുമ്പോൾ x+1 എല്ലാം കട്ടായി. സോ ഫൈനൽ ആൻസർ ഈസ് x+2 into x+3. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ് ദ എക്സ്പ്രഷൻസ് ആൻഡ് ഡിവൈഡ് ദം ആസ് ഡയറക്റ്റഡ്. സോ എല്ലാം ഫാക്ടറൈസ് ആദ്യം ചെയ്യണം, അതേപോലെ ഡിവൈഡ് ചെയ്യും വേണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ടേം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് പറയാൻ പറ്റുക. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏറ്റവും ആദ്യം ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 10. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇവിടെ y+5 വന്നാൽ ഇവിടെ എന്തായാലും എന്തുണ്ടാവും? y+5 ഉണ്ടാവാനാണ് 99% ചാൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 2 into എത്രയാണ്? 10. 2 ആക്ച്വലി 5 into 2 ആണ് 10 അല്ലേ? സോ ഇവിടെ 2 കൂടി വരും. സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും y+2 into y+5 ആണ് ഇവിടെ വരിക. ബൈ y+5. ഫൈനൽ ആൻസർ y+2. ഡൺ. അപ്പോ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് കൂടി വേണോ? ഒരു പണിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. y² പ്ലസ് നമുക്ക് അറിയാം ഇവിടെ എന്താ പറയാ, പ്രൊഡക്റ്റ്. ഇവിടെ നമുക്കറിയാം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് 10 ആണ്, സം എന്ന് പറഞ്ഞാല് 7 ആണ് അല്ലെ? സം 7 അല്ലേ വരിക? ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും 5 and 2. ഇത് എവിടുന്ന 5 and 2 കിട്ടിയത്? ഈ 5 ഇത് അവിടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ? സോ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? 5 and 2 എന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെ ആക്ച്വലി 5 and 2 അല്ലേ പറഞ്ഞത്? സോ 2y പ്ലസ് 5y പ്ലസ് 10 എന്ന് ന്യൂമറേറ്റർ എഴുതി, ഡിവൈഡഡ് ബൈ എന്ത്? y+5 എന്ന് എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ y കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി വരിക y+2 ആണ് അല്ലെ? ഇവിടെ y പോയാൽ y+2 ആണ് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ കോമൺ ആയിട്ട് 5 ആണുള്ളത്. 5 into y+2 ആണുള്ളത്. ഡിവൈഡഡ് ബൈ യു ക്യാൻ സേ y+5. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ y+2 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ ഇതിന്റെ ഉള്ളിൽ വരെ എന്താ? y+5 ആണ് വരിക. y+5 ആണ് വരിക. ഇത് ഡിവൈഡഡ് ബൈ y+5. ഈ ടേമും കട്ടാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു y+2 എന്ന് പറയാൻ പറ്റും. നോക്കിയേ, y+2 ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ആൻസറാ അല്ലെ? y+2 ഇത് ഒറ്റ നോട്ടത്തിൽ കിട്ടും. അതിനാകെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? y+5 എന്ന് പറയുന്ന കണ്ടാൽ
ഇത് ഫാക്ടർ ആയിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരണം. എന്നിട്ടോ 5 ഇൻറ്റു വാട്ട് ഈസ് 10? 5 ഇൻറ്റു 2 ആണ് 10. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും m+2, അത് കാണുമ്പോൾ തന്നെ 2 ഇൻറ്റു -16 ആണ് എന്ത്? -32. കണ്ടോ, എത്ര എളുപ്പമാണ്. ഈ -16ഉം 2ഉം കൂട്ടിയാൽ -14 തന്നെ അല്ലേ വരിക? ആണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് മാർക്ക് കിട്ടാൻ സ്റ്റെപ്പ് വേണം എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് എഴുതാം. എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. m² മൈനസ് നമ്മൾ പറഞ്ഞെന്ത്, ഇവിടെ +2ഉം -16ഉം ചെയ്താലാണ് -32 കിട്ടുക നമ്മൾ പറഞ്ഞു. അപ്പൊ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു +2 ആദ്യം എഴുതാം. എങ്ങനെയും ചെയ്യാം കേട്ടോ. +2m -16m -32. ഈ 2m -16m എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള -14 ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. 2 × 5 2y + 5y. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇത് എഴുതിയതിന് ശേഷം ഡിവൈഡഡ് ബൈ m+2 എന്ന് നമുക്ക് ആദ്യമേ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിയേ, കോമൺ ടേം പുറത്തെടുത്താൽ m² + 2m എന്താണ് കോമൺ? m കോമൺ ആണ്. m+2 എന്ന് വരും. മൈനസ്, ഇനി ഇവിടെയുള്ള മൈനസ് നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇവിടെ -16 ആണ് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുക. സോ നിങ്ങൾ നോക്കിയേ, -16 എന്നുള്ളത് പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക m+2 ആണ്. നോക്കിയേ, m+2. ഇത് ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? m+2 ആണുള്ളത്. ദിസ് ഇസ് m+2. സോ ദിസ് ഇസ് ഈക്വൽ ടു m -16 ആണ്. ഇവിടെ m+2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ഉണ്ടാവുക. സോ നമുക്ക് എഴുതാൻ പറ്റും, ഇവിടെ m+2 എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആയി പോകും. സോ ഫൈനൽ ആൻസർ ഈസ് m -16. ഈസി അല്ലേ? ഓക്കെ. സോ ഇതോടുകൂടി എന്ത് ചെയ്തു, ഈ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 5p² - 25p + 20 എന്നാണുള്ളത്. ഇവിടെ ഒരു p -1 ഉണ്ട്. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് -1 ഉണ്ടെങ്കിൽ -1 ഇൻറ്റു പോസിബിളി എന്താ പറയാ പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 5p² ഉണ്ട്. 5p² ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറൊരു ട്രിക്ക് ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഇതിപ്പോ നമുക്ക് ഒറ്റയടിക്ക് എന്താ ചെയ്യാൻ പറ്റായിരുന്നത്, ഇവിടെ p-1 പറയണമെങ്കിൽ ഇവിടെ 5p² ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എല്ലാ ടേമിലും കോമൺ ആയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ടേം ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എങ്ങനെ? ഇത് എന്താണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്? ഇവിടെ എല്ലാ ടേമിലും 5 കോമൺ ആണ്. 5 ഇൻറ്റു p² മൈനസ് 5 ഇൻറ്റു 5p പ്ലസ് 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2. അപ്പൊ ബാക്കിയുള്ളത് p-1 ആണ്. സോ നിങ്ങൾ നോക്കി, ഇവിടെ 5 എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു p² മൈനസ് 5p പ്ലസ് ഇങ്ങനെയാണ് വരിക. അപ്പോ ഇവിടെ 5 പോലെ p², ഇവിടെ 5 പോലെ 5p വരും, 5 പോലെ 2 ഇൻറ്റു 2 4 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുക, ഇവിടെ p-1 -1 ഇൻറ്റു എന്താണ് 4 എന്ന് പറയുന്നത്, -1 ഇൻറ്റു -4 ആണ് എന്ത്, +4 എന്ന് പറയുന്നത്. -1 ഇൻറ്റു -4 ആണ് +4. സോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് -1ഉം -4ഉമായിട്ട് എന്ത് ചെയ്യാം, ഈ -5pനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ നിങ്ങൾ നോക്കി, 5 ഇൻറ്റു p² മൈനസ് കണ്ടോ, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ p-1. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് എന്താ പറയുക, കോമൺ ടേം പുറത്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു p ഇൻറ്റു p-4
അല്ലേ? 5 ഇൻറ്റു പി ഇൻറ്റു പി മൈനസ് 4. അതേപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ളത് മൈനസ് അതെങ്ങനെ മൈനസ് പി മൈനസ് 4 വന്നത്? ഒന്നുമില്ല, ഇവിടെ മൈനസ് പി നമ്മൾ പുറത്തെടുത്താൽ ഈ മൈനസ് ഇൻറ്റു മൈനസ് ആണ് എന്ത് വരിക? പ്ലസ് വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മൈനസ് പുറത്തെടുത്തത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ പി മൈനസ് 1 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇവിടെ പി മൈനസ് 4 taken outside divided by p minus 1. So you can say that this terms are cancelled. That means final answer is 5 into p minus 4. ഇതാണ് എന്ത്? ഫൈനൽ ആൻസർ. ഈസി അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. z പ്ലസ് 8 അല്ലേ? 8 എന്ന് പറയുമ്പം ഇവിടെ 8 വരണമെങ്കിൽ 8 ഇൻറ്റു -2 വരും അല്ലേ? 8 ഇൻറ്റു -2. സോ ഇവിടെ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. 8 ഇൻറ്റു -2. സോ നമുക്ക് ഇവിടെ 4yz എന്നുള്ളതിനെ 4yz ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യാം? സാധാ ഫോമിൽ എഴുതാം. ഡിവൈഡഡ് ബൈ 2y ഇൻറ്റു z പ്ലസ് 8. z പ്ലസ് 8. അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഈ വൈയും കട്ടാവും അല്ലേ? ഇനി നമുക്ക് എന്താ ഉണ്ടാവുക? ഇവിടെ ഈ ഒരു 4ഉം 2ഉം കട്ടായിട്ട് മുകളിൽ എന്ത് വരും? 2 വരും. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 2 ഇൻറ്റു z. ഇനി ഇവിടെ താഴെയുള്ളത് 2 ഇൻറ്റു z പ്ലസ് 8 ആണ്. z പ്ലസ് 8 ആണ്. ഇനി നമുക്കറിയാം ഈ z പ്ലസ് 8 എന്ന് പറയുന്ന ആ ഒരു ടേം ഉള്ള പോലെ ഇവിടെ എന്താ വരിക? z പ്ലസ് 8 എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ നമുക്കിവിടെ ഈ ഒരു ന്യൂമറേറ്ററിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ z സ്ക്വയർ, പിന്നെ നമ്മൾ പറഞ്ഞു -16 വരണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാം -16 ഇംപ്ലൈസ് എന്താ വരിക? 8 ഇൻറ്റു -2 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഇനി അതേപോലെ തന്നെ എന്താ പറയാ? 6 ഈക്വൽ ടു 8 പ്ലസ് -2 അതും നമുക്കറിയാം. സോ 8 -2 ആണ് ഇവിടെ ഉള്ള ടേം. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്ലസ് 8 -2 അല്ലേ? 8z മൈനസ് 2z മൈനസ് 16 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കിയേ, ഈ 2ഉം കട്ടായി. സോ ബാക്കി ഉണ്ടാവുക 2z ഇൻറ്റു ഇവിടെ z സ്ക്വയർ പ്ലസ് 8z എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്? z ഇൻറ്റു z പ്ലസ് 8 ആണ് വരിക. മൈനസ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? -2 എടുക്കാൻ പറ്റും. -2 ഇൻറ്റു എന്താ വരിക? z പ്ലസ് 8 വരിക. z പ്ലസ് 8. അങ്ങനെ പ്ലസ് 8 വരിക ബിക്കോസ് ഈ മൈനസ് ഉള്ളിലോട്ട് പോകുമ്പോൾ -2 ഇൻറ്റു പ്ലസ് 8 -16 ആവും. അപ്പൊ ഇവിടെ ബാക്കി ഉണ്ടാവുക z പ്ലസ് 8 മാത്രമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ഈ z പ്ലസ് 8 ഇപ്പൊ തന്നെ വേണേൽ കട്ട് ചെയ്യാം. ഓരോ ടേമും z പ്ലസ് 8 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ കട്ട് ചെയ്താൽ 2z ഇൻറ്റു z മൈനസ് 2 എന്ന് വരും. അല്ലെങ്കിൽ ഓരോ ടേമിലും z പ്ലസ് 8 കട്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താ പറയാ? അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാം. 2z ഇൻറ്റു z പ്ലസ് 8 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. z പ്ലസ് 8 ബാക്കിയുള്ളത് z മൈനസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 8. ഈ ടേമും കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു 2z ഇൻറ്റു z മൈനസ് 2. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഇവിടെ 2y ഉണ്ട്, ഇവിടെ 4y. സോ 2z ഇവിടെ വരും, ബാക്കിയുള്ളത് z മൈനസ് 2. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് കൺഫേം വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ കണ്ടിട്ട് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ നോക്കി 5pq ഇൻറ്റു p സ്ക്വയർ മൈനസ് q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2p ഇൻറ്റു p പ്ലസ് q. ദിസ് ഇസ് ഈക്വൽ ടു, ഏറ്റവും ആദ്യം ഇവിടെ കോമൺ ആയിട്ടുള്ള ടേം ആദ്യം തന്നെ കട്ട് ചെയ്യുക. സോ എന്താ വരിക?
5 ഇൻറ്റു q ഇൻറ്റു ഇവിടെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. അതെന്താ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. അപ്പൊ എന്താണ് കോമൺ ടേം ഉള്ളത്? പി പ്ലസ് ക്യൂ കോമൺ ആണ്, അത് പരസ്പരം ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് our ഫൈനൽ ആൻസർ ഈസ് 5 ഇൻറ്റു പി മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ. ഇതാണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 12xy ഇൻറ്റു സംതിങ് ഡിവൈഡ് ബൈ 4xy ഇൻറ്റു സംതിങ് എന്നാണുള്ളത്. സോ ഇതും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സോ 12xy ഇൻറ്റു 9x സ്ക്വയർ മൈനസ് 16y സ്ക്വയർ ഡിവൈഡഡ് ബൈ 4xy 3x പ്ലസ് 4y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ 12xy ബൈ 4xy അല്ലേ? സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് xy ഇപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. ഇനി 12നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. 3 ഇൻറ്റു 2 ഇൻറ്റു 2. ഇവിടെ 4നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് ഓരോ ടേമും ഇപ്പൊ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 3x പ്ലസ് 4y എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ്, അതിൽ ഒരൊറ്റ കോമൺ ടേമും ഇല്ല. ഇനി ഇത് പക്ഷെ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇതിനെ 3x ഓൾ സ്ക്വയർ മൈനസ് 4y ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാല് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ത്? 3 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാല് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി 3x മൈനസ് 4y ഡിവൈഡഡ് ബൈ 3x പ്ലസ് 4y. അപ്പൊ എന്തായി? ഈ ടേമും കട്ടായി പോയി. സോ ഫൈനൽ ആൻസർ ഈസ് 3 ഇൻറ്റു 3x മൈനസ് 4y. 3 ഇൻറ്റു 3x മൈനസ് 4y എന്നാണ് വരിക. ക്ലിയർ ആണല്ലോ? ഒരു പ്രശ്നമില്ലല്ലോ. സോ അവിടെ 4xy അവിടെ 3 വരും, പിന്നെ 3x പ്ലസ് 4y അവിടെ കട്ടാകുമ്പോൾ 3x മൈനസ് 4y. കറക്റ്റ് ആൻസർ ആണ്. വെരിഫിക്കേഷനും ഡൺ ആണ്. കാരണം ജസ്റ്റ് ആ ഒരു ഫോമാറ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഫോർമുലാസ് ക്ലിയർ ആയിരിക്കണം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഐ തിങ്ക് വി ഹാവ് ഓൾമോസ്റ്റ് കം ടു എൻ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇനി നമുക്ക് ആകെ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ 39y ക്യൂബ് അല്ലേ? സോ നമുക്ക് ഏറ്റവും ആദ്യം 39y ക്യൂബ് ഇൻറ്റു 50y സ്ക്വയർ മൈനസ് 98 ഡിവൈഡഡ് ബൈ 26y സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇൻറ്റു 3 ആണ്. പിന്നെ y ക്യൂബ് എന്ന് പറയുമ്പോൾ അത് തന്നെ എഴുതാം, y ക്യൂബ് തന്നെ എഴുതാം. അല്ലെ y ഇൻറ്റു y ഇൻറ്റു y എന്ന് എഴുതിയിട്ട് ഇവിടെ ഉള്ള y ഇൻറ്റു y എഴുതിയിട്ട് മോൾ ഒരു y മാത്രം ബാക്കി വരും. അങ്ങനെ എഴുതാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടെ 13 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇവിടെ y സ്ക്വയർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ ആദ്യത്തെ മെത്തേഡിൽ തന്നെ ചെയ്യാം, ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ y ഇൻറ്റു y ഇൻറ്റു y എന്ന് എഴുതാം. ഇവിടെ y ഇൻറ്റു y എന്ന് എഴുതാം. ഫാക്ടറൈസ് ദെൻ എന്താ പറയാ, ഡിവൈഡ് ദം എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഫുള്ള് ഫാക്ടറൈസ് ഫോമിൽ എഴുതിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇനി അതേപോലെ 50y സ്ക്വയർ അല്ലെ, 50y സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക എന്താ, കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50y സ്ക്വയർ മൈനസ് 98 അല്ലേ. സോ അതില് എന്താണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക? കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക എന്ന് പറയുമ്പം 5 ആക്ച്വലി 4 നമുക്ക് എടുത്തുകൂടെ? 4 എടുക്കാൻ പറ്റില്ല അല്ലെ. 5 നമുക്ക് എടുക്കാൻ പറ്റില്ല. 2 എടുത്തു കഴിഞ്ഞാൽ 25y സ്ക്വയർ മൈനസ് 14 വരും. 2 എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ 2 നിങ്ങൾ എന്ത് ചെയ്യുക, ഔട്ട് സൈഡ് എടുക്കുക. 2 ഔട്ട് സൈഡ് എടുക്കുക. എന്താ ഓക്കെ, സോ ഇൻറ്റു ഇവിടെ
2 ഔട്ട്സൈഡ് എടുക്കുക, ബാക്കിയുള്ളത് എന്താ പറയാ കണ്ടോ 25y² മൈനസ് 14n. അത് ഫുള്ള് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ നമുക്ക് വേണ്ട ഫോം കിട്ടി. എന്താണ്? a² മൈനസ് b² ഫോം ആണ്. ഇവിടെ ബാക്കിയുള്ളത് 5y പ്ലസ് 7 എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. 5y പ്ലസ് 7 എന്നാണ് വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് തന്നെ നമുക്ക് ആൻസർ ആയി, കാരണം ഈ 13 കട്ടായി, y ഇതെല്ലാം കട്ടായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ? ന്യൂമറേറ്ററിൽ 3y ഉണ്ട്, ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 2 ഇൻറ്റു 5y പ്ലസ് 7 ആണുള്ളത്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? a² മൈനസ് b² ആണ്. എന്താ a² മൈനസ് b²? 3y ഇൻറ്റു 2 വരില്ല, ഇവിടെ ഇൻറ്റു 2 വരും. 3y ഇൻറ്റു 2 ഇൻറ്റു എന്താണ്? a², 5y² മൈനസ് b², 7². ഇതാണ് വരിക. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എഴുതിയാൽ ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6y ഇൻറ്റു a പ്ലസ് ബി 5y പ്ലസ് 7 ഇൻറ്റു 5y മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ആക്ച്വലി ഇത് അങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല, കാരണം ഇവിടെ 2 ഔട്ട്സൈഡ് ഉണ്ടല്ലോ, അത് നമുക്ക് നേരത്തെ കട്ട് ചെയ്യായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. എന്താ നോക്കിക്കോളൂ, ഇവിടെ തന്നെ കട്ട് ചെയ്യാം, ആ നേരത്തെ വിട്ടുപോയതാണ്. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 3y എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ബാക്കി വരിക ഇവിടെ 5y പ്ലസ് 7 എന്നാണ് വരിക. അപ്പൊ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഈ 2 ടേം കട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ ഈസ് 3y ഇൻറ്റു 5y മൈനസ് 7 എന്നാണ് വരിക. ഇതോടുകൂടി എന്തായി? പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ ഇനി നിങ്ങൾ നോക്കിയ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേ. ആ 5y പ്ലസ് 7 കട്ടാവും, ഇവിടെയും കട്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ 226 കട്ടാവും. അപ്പൊ 13 അവിടെ ബാക്കി 3 വരും. കറക്റ്റ് ആണ്. y³ y², y ബാക്കിയാവും, y² പരസ്പരം ക്യാൻസൽ ആവും. സോ നമ്മുടെ ആൻസർ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം? ഇതിന്റെ കൺക്ലൂഷൻ ആണ് പറയാനുള്ളത്. ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷന് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കോമൺ ആയിട്ട് എടുക്കുക, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, പല മെത്തേഡുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ആ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഡിവിഷൻ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷന്റെ മെത്തേഡുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ഉണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഫാക്ടേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ, പിന്നെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ അതേപോലെ കോമൺ ഫാക്ടർ എടുക്കാനും റീഗ്രൂപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അത്ര മാത്രമേ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ ഏറ്റവും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണിത്. സോ വളരെ ക്ലിയർ ആയിരിക്കണം. എല്ലാ പ്രോബ്ലം നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിച്ചാൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. താങ്ക് യു.